കരഞ്ഞ കണ്ണൊക്കെ കരഞ്ഞില്ലേ? ടോവിനോയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുറച്ച് ബാക്കിലേക്ക് നിന്ന് ചോദിക്കും. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടലി? നല്ല ഫിലിമാണ്, നല്ല സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ഇഷ്ടമായി. അത് എഴുതിയത് എൻ്റെ സീനിയർ ആയിട്ടുള്ള അബിൻ ജോസഫാണ്. എൻ്റെ കോളേജിൽ സീനിയർ ആയിട്ട് പഠിച്ചത്. വെരി പ്രൗഡ് ഓഫ് ഹിം. ഹിസ് ഫസ്റ്റ് ഫിലിമാണ്. നല്ല നല്ല സ്റ്റോറികൾ ഇതുപോലെ വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലുണ്ടായ കുറേ സീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്ന ഒരു ഭയങ്കര ഫയർ ആയിട്ടുള്ള കുറേ സീനുകൾ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ട്രൂ സ്റ്റോറി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഗംഭീരം അല്ലെങ്കിലും നല്ല റൈറ്റിംഗ്. ഇതെല്ലാം ട്രൂവൻസാ ആണോ? മുത്തങ്ങ സമരം. അതെ അതെ, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കഥ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണാം. ടോവിനോയുടെ കരിയറിൽ ഒരു ബ്രേക്ക് ചെയ്യുന്നൊരു ചിത്രം തന്നെ ആയിരിക്കുമല്ലോ, മാസ്റ്റർ പീസ് എന്ന് പറയാം. ഓൾറെഡി ഗ്രേറ്റ് ഫിലിംസ്, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാം മാസ്റ്റർ പീസ് ആണ്. ജനങ്ങൾ ഏറ്റെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു അരിവേട്ട? ഒരു നടന്ന സംഭവം ഈസിയാണല്ലോ, സോ അടിപൊളിയായിരുന്നു. എടുത്തു പറയുന്നത് മേക്കിംഗ് സൂപ്പറായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് ലാസ്റ്റ് കലാപം നടന്നൊരു 15 മിനിറ്റ്സ് ഉണ്ട്, അത് ഗംഭീരമായിരുന്നു മേക്കിംഗ് വൈസ്. ആൻഡ് അവസാനം അത്യാവശ്യം ഇമോഷണൽ ആവും. ടോവിനോയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു, ഇമോഷണൽ സംഭവങ്ങളൊക്കെ. പിന്നെ ഗവൺമെൻറ്റിനെതിരെ നമ്മുടെ പോലീസുകാർ ചെയ്ത വളരെ പച്ചി കാണിക്കുന്നുണ്ട്. സോ ഓവറോൾ നടന്ന സംഭവം അത് നല്ല മികച്ച രീതിയിൽ ടെക്നിക്കലി വൺ ഓഫ് ദി ബെസ്റ്റ് രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് മൂവി ഓക്കെ ആയിരുന്നു. ടോവിനോനെ കുറിച്ച് പിന്നെ ബീജം ഷേക്സ്പിയറുടെ സൂപ്പറായിരുന്നു. പാട്ടും എല്ലാം പ്ലേസ്മെൻ്റ് എല്ലാം കറക്റ്റായിരുന്നു. ഓവറോൾ ടോവിനോയുടെ ഒരു വ്യത്യസ്ത പെർഫോമൻസ് ആണോ ഈ സിനിമയിൽ റീസെൻ്റ്ലി കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ? ഇല്ല, നമ്മളെവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും യെസ് അന്ന് കുറിച്ചോ നല്ല രസം ചെയ്തിട്ടുണ്ട്. ഒരു ആ ക്യാരക്ടർ നമ്മുടെ തീരെ പറഞ്ഞതല്ല, ആ ക്യാരക്ടർ അനുവേണ്ടി ഓരോന്നുള്ള പദമാണ്. അപ്പോൾ അത് ഇതൊരു ചർച്ചയാവാൻ സാധ്യതയുള്ള സബ്ജക്റ്റാണോ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്? പണ്ട് നടന്ന സംഭവം കൊണ്ട് എല്ലാം എഗെയിൻസ്റ്റ് ദി ഗവൺമെൻറ് ആൻഡ് പോലീസ് സിസ്റ്റത്തിനെതിരെയുള്ള ഒരു സിസ്റ്റത്തിനെതിരെയുള്ള ഇതാണ്. പോലീസുകാരെ ചെയ്ത് കൊള്ളാമെന്നതിനെതിരെ ഉള്ളതും വയനാടുകാർ ആദിവാസികൾക്ക് സാവസ്ഥ എല്ലാ അടിപൊളി കാണിച്ചിട്ടുണ്ട്. മേക്കിംഗ് വൈസ് എല്ലാവരും പെർഫോമൻസ് വൈസും ഇതിനകത്ത് ഒരു മെയിൻ വില്ലൻ പോലത്തെ ഒരു പോലീസുകാരുണ്ട്, പുള്ളി അറിയുണ്ടായിരുന്നു. ആദിവാസികളെ വെച്ച് ആ പേരില്ല, അവരെല്ലാവരും അടിപൊളി ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഓക്കെ, താങ്ക് യു. കാരണം റിയൽ ലൈഫിൽ നടന്ന സംഭവമാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ എൻ്റെ സുഹൃത്ത് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം. പക്ഷേ നന്നായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എന്താ പറയുക, ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഒരു ട്രൈബൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു പുള്ളിയുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സുരാജേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കലി കൊള്ളാം, നല്ലൊരു സിനിമയാണ്. നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റി ഇനിയും ചർച്ച ഉണ്ടാവട്ടെ. ചേട്ടാ, നരിവേട്ട എന്ന സിനിമ ഒരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടല്ലേ? അപ്പോൾ അത് ഈ സിനിമ ഇറങ്ങുമ്പോൾ അത് കൂടുതൽ ചർച്ചകളിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ട് ഇത് കണ്ടിട്ട്? ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ സിനിമ കാണുമ്പോൾ അറിയാം അന്നത്തെ ആളുകൾ അനുഭവിച്ചതിൻ്റെ ആ ബുദ്ധിമുട്ടും അതിലുള്ള ആദിവാസികളാകട്ടെ പോലീസുകാരാകട്ടെ ഉദ്യോഗസ്ഥരാകട്ടെ എല്ലാവരും അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അവർ ഇതിലൂടെ നമുക്ക് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം അത്രയും ആ സിനിമ കാണുമ്പോൾ അത്രയ്ക്ക് ഇമോഷണലായിട്ട് ഒരുപാട് സീനുണ്ട്. അത് എല്ലാം ഒരു മനുഷ്യത്വം എന്നുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജനഹൃദയത്തിൽ അത് ടച്ച് ചെയ്യും. അത് അത്രയ്ക്കും ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ടോവിനോടെ ഇതുവരെ അഭിനയിച്ച ചിത്രങ്ങളിൽ ഈ ചിത്രത്തിന് അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ടാകും. കാരണം നമ്മൾ മറ്റൊരു ടോവിനോ ചിത്രത്തിൽ നടന്ന സംഭവം